തൂഫാൻ അക്സി നമ്മൾ കണ്ടത് എന്താണ്? പാരാഗ്ലൈഡറിൽ പറന്നിറങ്ങി ഇസ്രായേലിന്റെ നടുമുറ്റത്ത് ഹൃദയഭൂമിയിൽ വന്നുകൊണ്ട് ഇസ്രായേലി അധിനിവേശത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടം. ആ പോരാട്ടത്തിൽ ഏതാണ്ട് 300ഓളം സൈനികരെ കൊലപ്പെടുത്തിയുണ്ട്. അതിൽ കുറച്ച് സിവിലിയന്മാർ കൊല്ലപ്പെടുന്നത് യാഥാർത്ഥ്യമാണ്. അത് ഹമാസ് അംഗീകരിക്കുന്നുമുണ്ട്. അത് 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 ഒരു സിവിലിയന്മാരെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരിക്കലും ചെയ്തതല്ല എന്നും അത് ഈ ഓപ്പറേഷനിൽ സംഭവിച്ചതാണെന്നും ഹമാസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുമ്പത്തെ കല്ലുകളും അതുപോലെ തന്നെ റോക്കറ്റുകളും മാത്രമൊന്നും മാറി നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് അവിടെ ശക്തമായ ഓപ്പറേഷൻ സൃഷ്ടിക്കുവാനും ഏതാണ്ട് 200-ലേറെ ബന്ദികളെ കൊണ്ടുവരാൻ അവർ കഴിഞ്ഞു. ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫലസ്തീനെ സംബന്ധിച്ചും ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ തിരിച്ചടി നേരിടുന്നത്. ഒരിക്കൽ പോലും കഴിഞ്ഞ ഏതാണ്ട് 3/4 നൂറ്റാണ്ടായി ഇസ്രായേൽ നിലവിൽ വന്ന ശേഷം ഇത്രയും വലിയ ഒരു തിരിച്ചടി അവർക്കുണ്ടായിട്ടില്ല. അവർ സാധാരണ പറയാറുള്ളത് മൊസാദിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിൻ്റെയോ അനുമതിയില്ലാതെ ഒരു ഈച്ച പോലും കടക്കാത്ത അത്രയും സുരക്ഷാ സന്നാഹങ്ങളുടെ രാജ്യമാണെന്ന് വീമ്പ് പറഞ്ഞ ആ ഇസ്രായേലിൻ്റെ കനത്ത തിരിച്ചടിയായിരുന്നു തൂഫാൻ ലക്സ. മാത്രമല്ല ആ തൂഫാൻ ലക്സ ഇപ്പോൾ 1 വർഷം പിന്നിട്ടുമ്പോൾ തുടരുകയാണ്. ഗസയെ താറുമാറാക്കിയിട്ട് പോലും ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നു എന്നത് മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ അത് കഴിഞ്ഞു എന്നുള്ളതും ഇനി അങ്ങോട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫലസ്തീനികളെ അടിമകളാക്കി വെച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്ന ശക്തമായ സന്ദേശമാണ് തൂഫാൻ ലക്സ നൽകുന്നത്.